ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. രാവിലെ തന്നെ സ്നോ ബേബിനെ കാണാനേൽപ്പിച്ചിട്ട് ഞാനും അത് അമ്പലത്തിലേക്ക് പോവാണ്. കുറേ നാളുകൾക്ക് ശേഷം എഴുതുന്നതുകൊണ്ട് എപ്പോൾ എഴുതുമ്പോഴും എൻ്റെ കണ്ണിൻ്റെ മുകളിൽ ഇതുപോലെ പറക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ ബൈക്കിന് വന്നുകൊണ്ട് കുറച്ചധികം ദൂരത്ത് പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് നടന്നു. ഇങ്ങനത്തെ ചുരിദാറും ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് കേസ് ഇടുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നു വരുമ്പോഴാണ് ശ്രദ്ധിച്ചത്, സാധാരണ സൺഡേ ഉണ്ടാവുന്നതിനേക്കാളും നല്ല തിരക്കുണ്ട്. എന്താ കാരണം എന്നറിയില്ല. ക്ലോക്ക് റൂമിൽ ചെരുപ്പും സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളത് അമ്പലത്തിലേക്ക് കയറി. ഉള്ളിൽ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ഒന്നും പാടില്ല, അതുകൊണ്ട് തന്നെ നമ്മളും തെറ്റിച്ചില്ല. നേരെ പോകുന്നത് ആ ഫുഡ് കഴിക്കാനാണ് കേട്ടോ. പ്രസാദോട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളും പോയി ക്യൂ നിന്ന് അവസാനം കയറി. ഇതാണ് നമ്മളുടെ ഊണ് കൊടുക്കുന്ന സ്ഥലം. അടിപൊളിയാണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. തിരക്ക് കണ്ടില്ലേ, ഇതിൻ്റെ ഇരട്ടിയായിരുന്നു തിരക്ക്. അവിടെ തന്നെ നമുക്ക് ജെൻസിനും ലേഡീസിനുള്ള വാഷ്റൂമൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഒരു സമയത്ത് തന്നെ കുറേ ആൾക്കാർക്ക് നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റിയൊരു സ്ഥലം. അങ്ങനെ അവരാക്കിയേക്കുന്ന ഇതാണ് ഇന്നത്തെ കറി. സാമ്പാറും നെല്ലിക്കച്ചറും ഒരു തോരനും. അമ്പലത്തിൻ്റെ ഉൾഭാഗം ഏതാണ്ട് ഇതുപോലെ ഇരിക്കും കേട്ടോ. താഴെയൊക്കെ മണ്ണാണ്, പക്ഷെ അതിൻ്റെ സ്റ്റാച്ചു ആണ് ഇതവിടെ തന്നെ കാണാൻ വേണ്ടി ആൾക്കാർക്ക് വെച്ചേക്കുന്ന. ഉള്ളിൽ കാണാൻ പറ്റാത്തവർക്ക് ഇത് കണ്ട് ആശ്വാസപ്പെടാം. നമ്മൾ തിരിച്ചു വന്നപ്പോഴേക്കും ആൾക്കാരൊക്കെ പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വ്ളോഗൊക്കെ ഇത്രേ ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലവ് യു ആൻഡ് ബൈ.